വയനാട്ടിലെ റാഗിങ്ങിന്റെ പേരിൽ നടന്ന ഒരു ക്രൂരമർദ്ദനമാണ്. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് പരിക്കേറ്റത്. കത്രിക കൊണ്ടുള്ള ആക്രമണത്തിൽ മുഖത്തും നെഞ്ചിലും തലയ്ക്കും പരിക്കേറ്റ വിദ്യാർത്ഥിയെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 9, 10 ക്ലാസ്സുകളിലെ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. എന്നെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടാണ് ചെക്കന്മാർ കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ ചോറിന്ന് കഴിയുക നേരത്താണ് അവർ വന്നത്. എന്നിട്ട് 10th Fൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുറേ ചെക്കന്മാർ കൂടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ചെക്കൻ വേഗം വന്നിട്ട് കത്രിക കൊണ്ട് ഇവിടെ കുത്തി കീറി. അപ്പോഴത്തേക്ക് അവൻ പോയി. എന്നിട്ട് വേറെ ചെക്കൻ വന്ന് ചവിട്ടിയിട്ടിട്ട് കുത്താണ് ചെയ്തത്. നെഞ്ചത്തേക്ക് കുത്താൻ ശ്രമിച്ച്. അപ്പം ഞാൻ പിടിച്ചു വെച്ചപ്പോഴാണ് ഇങ്ങോട്ട് കുത്തിയത്. അത് നെഞ്ചത്ത് ഇവിടെ ഇതുണ്ട്, മുറിവുണ്ട്. പിന്നെ ഇവിടെ തലയിലുണ്ട്. പിന്നെ ഇവിടെ ഇടിച്ചിട്ട് കമ്മൽ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ ഇടിച്ചിട്ട് നീര് വെച്ചിട്ടുണ്ട്. മൂക്കിലിടിച്ചിട്ട് മൂക്ക് നീര് വെച്ചിട്ടുണ്ട്. ടീച്ചർമാർ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പരിചയപ്പെടാതാണ് കൊണ്ടുപോയത്. ഇന്നലെയാണ് കാണുന്നത് ആദ്യമായിട്ട് ഇവരെ. ഞാൻ പുതിയതായി പോയതായിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഇന്നലെ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നു, നിന്നോട് വെച്ച് ഉറപ്പിക്കില്ല, സ്കൂളിൽ വെച്ച് ഉറപ്പിക്കില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ അടിച്ചത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, വയനാട്ടിൽ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ക്രൂരമായ റാഗിങ്ങിന് ഇരയായി സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണവാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് മറ്റൊരു സംഭവമാണ്. ഒരു സ്കൂളിലാണ് ഈ റാഗിങ്ങിൻ്റെ പേരിൽ വിദ്യാർത്ഥിക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു മർദ്ദനം ഉണ്ടായത്? ഏത് വ്യക്തിവിരോധമാണോ റാഗിംഗ് ആണോ? ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഷബ്ന? തീർച്ചയായും വളരെ ഗുരുതരമായി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് ഇത്. ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് ഇരയായത്. ഈ ശബരിനാഥ് എന്ന കുട്ടിയും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മറ്റൊരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ പുതിയ അധ്യയന വർഷം, ഈ അധ്യയന വർഷത്തിലാണ് ഈ മൂലങ്കാവ് സർക്കാർ സ്കൂളിലെത്തുന്നത്. അങ്ങനെ എത്തിയ ഈ കുട്ടിയെ പരിചയപ്പെടാൻ എന്ന് പറഞ്ഞാണ് 9, 10 ക്ലാസ്സുകളിലെ 5 വിദ്യാർത്ഥികൾ ചേർന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയി കത്രിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്കറിയുന്ന വിവരം. ഇങ്ങനെ ഈ ആക്രമണത്തിൽ തലയ്ക്കും നെഞ്ചിലും ഒക്കെ ഈ ശബരിനാഥന് പരിക്കേറ്റിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു റാഗിംഗ് ആണോ മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ എന്ന് അറിയില്ല. എങ്കിൽ പോലും റാഗിംഗ് എന്ന പേരിൽ അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഉത്തരവിട്ടിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ഈ അധ്യയന വർഷം ആദ്യമായി സ്കൂളിൽ എത്തിയപ്പോൾ 10ാം ക്ലാസ്സിലോട്ട് പുതിയ വർഷം ഈ വർഷം എത്തിയപ്പോഴാണ് പരിചയപ്പെടാൻ എന്ന് പറഞ്ഞ് മറ്റു കുട്ടികൾ വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് നമുക്കറിയുന്നത്. സംഭവത്തിൽ ഇനി ശബരിനാഥിൻ്റെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഷംന, ഒരു നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. അതായത് ഈ മർദ്ദനമേറ്റ ശബരിനാഥിൻ്റെ അമ്മ സ്മിതയാണ് തൻ്റെ മകനെ റാഗിങ്ങിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് റാഗിങ്ങിൻ്റെ ഭാഗമായാണ് കുട്ടിയെ ആക്രമിച്ചത്. കേസുമായി മുന്നോട്ട് പോകും. അധ്യാപകർ എന്തോ മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നാണ് ശബരിനാഥിൻ്റെ അമ്മ, ഈ ക്രൂരമായ മർദ്ദനത്തിനിരയായ കുട്ടിയുടെ അമ്മ സ്മിത മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അവരുടെ വാക്കുകളിലേക്ക്. മൂക്കിന് ഫ്രാക്ചർ വീണിട്ടുണ്ട്. ചെവിക്ക് ഇനി അതെടുത്ത് എനിക്ക് വന്നിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കിയതിന് ശേഷമേ ചെവിൻ്റെ വല്ല എന്താണെന്നുള്ളത് അറിയുള്ളൂ. കേൾക്കുമെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടി അങ്ങനെ ഇതുവരെ ഒരു ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു ഞങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര വേദനയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് തീരെ സഹിക്കാൻ പറ്റില്ല. ഇനി എൻ്റെ മോന് പറ്റിയത് പറ്റി. ഇനിയുള്ള ഒരു കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സംഭവം സ്കൂളിലല്ല പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. മോൻ്റെ അടുത്ത് വന്നു, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകണം എന്നുള്ള ഭയങ്കര ഫയറിങ് ആയിരുന്നു അവിടെ നിന്നുണ്ടായത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകില്ല, ഞങ്ങൾക്കത് സാധിക്കില്ല, കാരണം കുട്ടീൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് മോനെ ഇവിടെ കിടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ കിടത്താൻ പറ്റില്ല, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അത് മേലെന്ന് നല്ല പിടിപാട് ഡോക്ടർക്ക് വന്നത് കാരണമാണ് ഡോക്ടർ അത്രയും ഫയർ ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കി.
ഷംനയിലേക്ക് വീണ്ടും. ഷംന, ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശബരിനാഥനെ ഒരു സംഘം വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് വിളിച്ചുകൊണ്ടുപോയി പരിചയപ്പെടാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇതോടൊപ്പം ഈ സംഭവത്തിന് പിന്നാലെ പരാതിയുമായി സ്കൂളിനെ സമീപിച്ചപ്പോൾ അവരത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു, കേസ് മറച്ചു വെക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സ്കൂൾ അധികൃതർക്കെതിരെയും കുടുംബം ഉന്നയിക്കുന്നത്, ശബരിനാഥൻ്റെ കുടുംബം ഉന്നയിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ, ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ അവരുടെ തീരുമാനം? തീർച്ചയായും, കാരണം ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇനി ഒരു കുഞ്ഞിനും ഈ അവസ്ഥ വരരുതെന്ന് ആ അമ്മ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ശബരിനാഥിനോട് മുൻവൈരാഗ്യം ഉണ്ടാവേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഈ സ്കൂളിൽ പുതുതായി വന്ന ഒരു കുട്ടിയാണ് ശബരിനാഥ്. അങ്ങനെ പരിചയപ്പെടാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയിട്ടാണ് ഇത്തരം അതിക്രമമൊക്കെ നടത്തുന്നത്. ഒരു വ്യക്തിവൈരാഗ്യം ഒന്നും ഉണ്ടാവേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. പിന്നെ സ്കൂൾ അധികൃതരെ സംബന്ധിച്ചാണെങ്കിലും സ്കൂളിനൊരു പ്രശ്നം അല്ലെങ്കിൽ അവരുടെ സ്കൂളിൻ്റെ പേരിനൊരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കണം മറച്ചു വെക്കാൻ ശ്രമിച്ചത്. എന്തായാലും സ്കൂൾ അധികൃതർ ഈ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഏത് സ്കൂളാണെങ്കിലും ഇപ്പോൾ ഈ വയനാട്ടിലെ ഒരു സംഭവം, വയനാട്ടിൽ തന്നെ തുടർച്ചയായി ഇപ്പം സിദ്ധാർത്ഥിൻ്റെ കേസ് എടുത്താലും ഈ ഒരു കേസാണെങ്കിലും തുടർച്ചയായി ഇപ്പോൾ റാഗിങ്ങിൻ്റെ പേരിൽ ഇത്തരം വാർത്തകൾ വരുന്നു. ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളുകളിലും നമ്മളിത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിദ്ധാർത്ഥിൻ്റെ കാര്യം നമുക്കറിയാം, അതിക്രൂരമായ ഒരു അവസ്ഥയായിരുന്നു. കേരളം ഒന്നാകെ ഞെട്ടിയ ഒരവസ്ഥയായിരുന്നു. ആൾക്കൂട്ട വിചാരണത്തിന് ഇരയായാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് ഇനിയും ഒരു തരത്തിലും ഒരു കുട്ടിയും എത്തരുത് എന്നുള്ള ഒരു ആവശ്യം നിലനിൽക്കുമ്പോൾ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഈ അമ്മയുടെ തീരുമാനം. ഈ അമ്മ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഷബ്ന, അതിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഏത് രീതിയിലുള്ള അന്വേഷണമാണ്? ഈ കുടുംബത്തെ അടക്കം മന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് രീതിയിൽ അന്വേഷണം നടത്താനാണ് ഉത്തരവ്? നിലവിൽ ഈ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ മാത്രമാണോ ഈ കേസിൽ കുറ്റക്കാർ? ടോം, നിലവിൽ 9-10 ക്ലാസ്സുകളിലെ 5 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. ഇനി ശബരിനാഥിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും. കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവരിലേക്ക് കൂടി അന്വേഷണം പുരോഗമിക്കും. എന്തായാലും മന്ത്രി ശിവൻകുട്ടി ഈ കാര്യത്തിൽ പറഞ്ഞത് റാഗിംഗ് എന്ന പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഉത്തരവിട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, വകുപ്പ് തല അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുകൂടി മന്ത്രി ശിവൻകുട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പാണ് അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസിൽ ഇവർ കുടുംബം പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്കെതിരെ ഉടൻ തന്നെ ഒരു നടപടി, ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും മൊഴി രേഖപ്പെടുത്തിയ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇപ്പോൾ ബത്തേരി പോലീസ് അറിയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ഐഷത്തുൽ ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലാണ് റാഗിങ്ങിൻ്റെ പേരിൽ വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമുണ്ടായത്. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥിനെ 9-10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഈ ശബരിനാഥൻ മറ്റൊരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഈ വർഷമാണ് 10ാം ക്ലാസ്സിൽ ചേരുന്നതിന് വേണ്ടി 10ാം ക്ലാസ്സിൽ സർക്കാർ സ്കൂളിലേക്ക്, മൂലങ്കാവ് സർക്കാർ സ്കൂളിലേക്ക് ശബരിനാഥനെ മാറ്റുന്നത്. ഇതിൻ്റെ പേരിലുണ്ടായ, റാഗിങ്ങിൻ്റെ പേരിലുണ്ടായ മർദ്ദനമെന്നാണ് ശബരിനാഥനും അമ്മ സ്മിതയും പറയുന്നത്. എന്തായാലും ഒരു കാരണവശാലും കേരളത്തിലെ ഒരു ക്യാമ്പസുകൾ, ഒരു സ്കൂളിലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ്, റാഗിംഗ് ആണ് ഉണ്ടായത്. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് തുടരുന്നു. എറണാകുളം അങ്കമാലിയിൽ വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. അങ്കമാലി പറക്കുള സ്വദേശി ബിനീഷ്, ഭാര്യ അനു, മക്കളായ ജൊവാന, ജെസ്വിൻ എന്നിവരാണ് മരിച്ചത്. 2ാം നിലയിലെ കിടപ്പുമുറിയിലാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്നാണ് നിഗമനം. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി.
പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ഇന്നു തന്നെ നടക്കും. ഈ റൂമിൽ നിറച്ച് ഫയറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ആദ്യം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം ഇതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അകത്തേക്കൂടെ കയറി നോക്കിയപ്പോൾ കോണിയുടെ ലാൻഡിങ് ഏരിയയിലും ഹാളിലും റൂമിലൊക്കെ ഫയറായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ കെടുത്തിയിട്ടാണ് റൂമിലേക്ക് കിടന്നത്. റൂമിൻ്റെ ഡോറൊക്കെ കത്തി ഓൾറെഡി നശിച്ചിരുന്നു. നല്ല ഫയർ, സ്പ്രിങ്ങിൻ്റെ മാട്രസ് ആയിരുന്നു, നല്ല തിക്നെസ് ഉള്ളത്. അതിങ്ങനെ കത്തി ഭയങ്കരമായിട്ട് തീയും പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കെടുത്തി കഴിഞ്ഞപ്പോഴാണ് കൂടി ഉള്ളത്. ഞാൻ ഏകദേശം ഒരു 6 മണി 6:15 കൂടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ തീയൊക്കെ ആ സമയത്തേക്ക് ഫയർഫോഴ്സൊക്കെ എത്തിയാണ്. നാട്ടുകാർ രാവിലെ നടക്കാൻ പോയ ആളുകളാണ്, എണീറ്റ് സമീപത്തുള്ള ആളുകളാണ് ഇത് സംഭവം അറിയുന്നത്. അതിനു മുമ്പ് തന്നെ താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന അമ്മ വിവരം അറിഞ്ഞിരുന്നു. അമ്മ മുകളിലേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ 2 മുറികളിലും നല്ല നിലയിൽ തീ പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ അടുത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല. പിന്നെ അവർ ശബ്ദമുണ്ടാക്കി ചുറ്റുവട്ടത്തുള്ള ആളുകളും ഒക്കെ എത്തിച്ചേരുകയായിരുന്നു. അപ്പോഴേക്കും നല്ല രീതിയിൽ തീ പടർന്നിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴേക്കും 4 പേരുടെയും മരണം സംഭവിച്ചിരുന്നു. അപ്പോഴേക്കും എനിക്കൊരു പത്ര ഏജൻസി കൂടിയുണ്ട്. അപ്പോൾ പത്രം എടുക്കാൻ വേണ്ടി അങ്കമാലിക്ക് പോകുന്ന സമയമാണ്. ഞാൻ ഇതിൽ വരുമ്പോൾ ഇവിടെ വലിയ തീയുടെ ഒരു ഇത് കണ്ടു. ആ ജാതിമൊക്കെ തീയുടെ ഒരു പ്രത്യേക കളർ കണ്ടപ്പോൾ ഞാൻ വണ്ടി പയ്യെ നിർത്തി നോക്കുമ്പോൾ മുകൾ ഭാഗം മൊത്തം നിന്ന് കത്തുകയാണ്. മൊത്തം നിന്ന് കത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഫയർഫോഴ്സ് നമ്പറിൽ ഇത് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത നൈബറെ വിളിച്ച് നൈബറും കൂടി മുകളിൽ ചെന്നിട്ട് ഡോറ് തുറക്കാൻ ശ്രമിച്ചു. തീ മൊത്തം പടർന്നിരുന്നു. എന്നിരിക്കലും എന്തെങ്കിലും ശ്രമം നട. അപ്പോൾ ഒരു നിലവിളി കേൾക്കുന്നുണ്ട്. താഴെ നിന്നാണ്, അമ്മയാണെന്ന് വിളിച്ചു, മോളിൽ നിന്നൊന്നല്ല. അപ്പോൾ ഞാൻ മുകളിൽ ചെന്ന് ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറ് ലോക്കഡായിരുന്നു. ഒരിക്കലും ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് രാവിലെ അങ്കമാലിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ദമ്പതികളും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മരണവാർത്ത. ഇത് തീപിടുത്തത്തിലാണ്, വീടിന് തീപിടിച്ചാണ് മരണമുണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർ 2ാം നിലയിലായിരുന്നു. ഷോർട്ട് സർക്യൂട്ടല്ലെന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? അങ്ങനെ സംശയിക്കണോ? ദുരൂഹത സംശയിക്കണോ നവമി? എന്തായാലും പോലീസും ഫോറൻസിക് വകുപ്പും ഒക്കെ അവിടെ ഉണ്ട്. ഇപ്പോഴും അവരെ വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയാണ്. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തി നിൽക്കുകയാണ് പോലീസ്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്, അവിടെ തീപിടിക്കാൻ കാരണമായത് എന്താണെന്ന് പോലീസിന് ഇപ്പോഴും വ്യക്തമായി ലഭിക്കുന്നില്ല. പറയുന്നത് ചിലപ്പോൾ ആദ്യം ഏതെങ്കിലും തരത്തിലുള്ള വിഷവാതകം ഇവർ ശ്വസിച്ചിട്ടുണ്ടാകുമോ, അതിനുശേഷമാണോ ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളൊരു സംശയം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഓടി ഇറങ്ങാൻ കഴിയാതെ ഈ റൂമിനുള്ളിൽ അകപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ബോധം പോയതിനു ശേഷമായിരിക്കും തീപിടുത്തം ഉണ്ടായതെന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. പക്ഷെ അതിപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ 5 മണിയോടുകൂടി ഈ സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം 7 മണിയോടുകൂടി, 7 മണിക്ക് മുൻപ് ഒരു 6-6:30 തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇവർ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തി. ആ പരിശോധനയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഷോർട്ട് സർക്യൂട്ട് അല്ല മരണ കാരണമെന്ന്. പക്ഷെ എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. എന്തായാലും ഫോറൻസിക് വിദഗ്ധരാണ്, ഒപ്പം തന്നെ ഇലക്ട്രോണിക്സ് വിദഗ്ധരും അവിടെ എത്തി വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. രാവിലെ 5 മണിയോടുകൂടി പത്രമിടാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ വീട്ടിന് മുകളിൽ തീ പിടിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം താഴെ നിന്ന് അമ്മ നിലവിളിക്കുന്നതും കാണുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട് സ്റ്റേഷനിലേക്ക് ആള് പോയാണ് ഫയർഫോഴ്സിനെ എത്തിച്ചത്. ആ വീടും ഒക്കെ വന്നെത്തുന്ന ഒരു ചെറിയ റോഡായതിനാൽ ഫയർഫോഴ്സിന്റെ വാഹനം ഉള്ളിലേക്ക് കടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ആ സമയത്തേക്ക് ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി അവർ തീ അണയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഉദ്യോഗസ്ഥർ ഉള്ളിലേക്ക് കടന്നപ്പോഴേക്കും തീപിടുത്തം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പത്രമിടാമെന്ന വ്യക്തിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, അയാളുടെ ശ്രദ്ധയിലാണ് പെട്ടത്. നവമി അവിടെ നേരിട്ട് ആ വീട്ടിൽ പോയതാണ്. ഈ സമീപത്തൊന്നും മറ്റ് വീടുകളൊന്നുമില്ല, ഒറ്റപ്പെട്ട സ്ഥിതി ചെയ്യുന്നൊരു വീടാണോ ഇത്? കാരണം അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായെങ്കിൽ അവിടെ നിന്ന് വീട്ടിൽ നിന്നൊരു ബഹളമൊക്കെ കേൾക്കാം. എന്തുകൊണ്ടാണ് അതൊന്നും നാട്ടുകാർ അറിയാതിരുന്നത്? അത് ഒറ്റപ്പെട്ട വീട്
വീടല്ല, നിരവധി ആളുകൾ താമസിക്കുന്ന അടുത്തടുത്ത് വീടുകളുള്ള ഇടം കൂടിയാണ്. പക്ഷേ പുലർച്ചെ 4 മണി ആയതിനാലായിരിക്കും, എല്ലാവരും ഉറക്കമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ നിലവിളി കേൾക്കാതിരുന്നത് എന്നുള്ളൊരു നിഗമനത്തിലാണ്. പക്ഷേ അമ്മയുടെ നിലവിളി പോലും അടുത്തുള്ള ആരും കേട്ടിട്ടില്ല എന്നാണ്. ഈ പത്രക്കാരൻ മാത്രമാണ് ആ സമയത്ത് അവിടെ എത്തിയതും കണ്ടതും. അതുകൊണ്ടാണ് പെട്ടെന്ന് ആളുകളെ വിളിച്ച് കൊണ്ടുവരാനും പെട്ടെന്ന് അവിടെ തീ അണയ്ക്കാനും ഒക്കെ കഴിഞ്ഞത്. അതോടൊപ്പം ആ പത്രക്കാരൻ പറയുന്നുണ്ട്, ഈ വീട്ടിലൊരു അതിഥി തൊഴിലാളി കൂടി താമസിക്കുന്നുണ്ട്. ഈ ബിനോയ്, മരിച്ച ബിനീഷിന്റെ ബിനീഷ് ഒരു ജാതിക്ക വ്യാപാരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വീടിന് തൊട്ട് പുറകുവശത്തായി തന്നെ ഒരു ഫാക്ടറിയും ഉണ്ട്. അവിടെ സ്ഥിര ജോലിക്കാരനാണ് ഈ അതിഥി തൊഴിലാളി. അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ ബഹളം കേട്ട് പിന്നീട് ഇയാൾ എത്തുകയും അവിടെ അടുത്തുള്ള വീട്ടുകാരെയൊക്കെ പോയി വിളിക്കുകയും ചെയ്തു. പക്ഷെ ആരും തന്നെ, ഇയാൾക്ക് ഭാഷയുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതോടൊപ്പം ഈ ചെന്ന് വിളിച്ച വീടുകളിലൊന്നും ആരും അനങ്ങിയിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട്. പക്ഷെ ഇത് പോലീസ് വിശദമായി ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായി മൊഴിയെടുക്കേണ്ടതുണ്ട്. ഈ അതിഥി തൊഴിലാളിയുടെ അടക്കം മൊഴിയെടുക്കേണ്ടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പിന്നീട് ഈ പത്രക്കാരനാണ് പിന്നെ പോയിട്ട് നാട്ടുകാരെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചെത്തി അവിടെ തീ അണച്ചത്. പക്ഷേ അവരെത്തിയപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. 4 പേരും മരിച്ചിരുന്നു. നല്ല രീതിയിലുള്ള തീയാണ്, വലിയ രീതിയിലുള്ള തീയാണ് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നതെന്നാണ് ഈ ദൃക്സാക്ഷിയായ പത്രക്കാരനും ഒപ്പം മറ്റ് നാട്ടുകാരും അതാണ് പരിശോധിക്കേണ്ടത്. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് പറയുന്നു. മറ്റ് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചല്ല, കാരണം താഴത്തെ നിലയിലല്ല, അവർ തീ പടർന്നത് മുകളിലത്തെ നിലയിലാണ്. ഈ 4 പേരും, ഈ ദമ്പതികളും കുഞ്ഞു മക്കളും കടന്നിരുന്നത് മുകളിലത്തെ നിലയിലാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് പോലീസ് കണ്ടെത്തേണ്ടതല്ലേ? ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഈ തീപിടുത്തത്തിൻ്റെ കാരണം, ഈ മരണത്തിൻ്റെ കാരണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഇതുവരേക്കും പോലീസ് കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഉറച്ചു തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ട് ആദ്യ തുടക്ക സമയത്ത് ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരത്തിലൊരു മരണകാരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അത് പോലീസ് പൂർണ്ണമായും തള്ളി. ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്ന് പറയുകയും ചെയ്തു. റോജി എം ജോൺ MLA ഉൾപ്പെടെ ആ വീട്ടിലേക്ക്, ആ മുറിയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ വിശദമായി നോക്കുകയും ചെയ്തു. അപ്പോഴും അദ്ദേഹവും പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള സാധ്യത കുറവാണെന്ന്. പിന്നീട് പറഞ്ഞ ഒരു നിഗമനം, ഈ ജാതിക്ക ഫാക്ടറിയിലെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പൊട്ടിത്തെറി ഉണ്ടായതാകാമെന്ന്. കഴിഞ്ഞ 3 വർഷം മുൻപ് ഇത്തരത്തിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും വലിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലായിരിക്കും വീണ്ടും അവിടെ നിന്നുള്ള തീ പടർന്നതാകാമെന്ന് വീണ്ടും ഒരു നിഗമനം എത്തിയിരുന്നു. പക്ഷെ അതുമല്ലാന്ന് പോലീസ് വ്യക്തമാക്കി. നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ആ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഭാഗത്തൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. തീ പടർന്നതോ ആയിട്ടോ തീ പിടിക്കാനുള്ളൊരു സാഹചര്യമൊന്നും അവിടെയൊന്നും കണ്ടിട്ടില്ല. പിന്നീട് എങ്ങനെയാണ് ഈ മുറിയിലേക്ക് മാത്രം തീ പടർന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തീ പടരുന്ന സമയത്ത് ഇവരുടെ ഒന്നും ശബ്ദം എന്തുകൊണ്ട് പുറത്തേക്ക് കേട്ടില്ല, അല്ലെങ്കിൽ അമ്മ നിലവിളിച്ചതെന്നും എന്താണ്, അയൽവാസികളൊന്നും പുലർച്ചെയാണ്, അധികം ശബ്ദമൊന്നും ഇല്ലാത്ത ഒരു സമയം കൂടിയാണ്, ഇനി ആളുകൾ ഉറങ്ങിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു നിലവിളി ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കാത്തത് എന്നുള്ളൊരു സംശയം കൂടി അവിടെ എത്തിയപ്പോൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ബിനീഷിന് വലിയ രീതിയിൽ സാമ്പത്തിക, തീർച്ചയായും നവമി ദിനേശ് സൂചിപ്പിച്ചതുപോലെ മറ്റ് ഈ മരണത്തിന്റെ കാരണം, തീപിടുത്തത്തിന്റെ കാരണം പരിശോധിക്കണം. പോലീസ് വിശദമായി പരിശോധന നടത്തുകയാണ്. മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, എങ്ങനെയാണ് തീ പിടിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലാണ് പോലീസിന് വ്യക്തത വരുത്തേണ്ടത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. നമുക്കറിയാം, കൊച്ചി നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ഓടയിൽ കാൽ കുരുങ്ങിയുള്ള നിരവധി അപകട കേസുകൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പാലാരിവട്ടത്ത് ഇന്ന് രാവിലെ ഉണ്ടായ ദയനീയമായൊരു കാഴ്ചയിലേക്കാണിനി. പാലാരിവട്ടത്ത് വഴിയാത്രക്കാരിയുടെ കാൽ ഓടയ്ക്കുള്ളിൽ കുരുങ്ങി. സ്ലാബിനിടയിലാണ് കാൽ കുടുങ്ങിയത്. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് അപകടത്തിന് കാരണമായത്. പിന്നീട് ആ യുവതിയെ നാട്ടുകാർ ചേർന്നാണ് കാൽ രക്ഷിച്ചത്. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു.
ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ഈ സംഭവ സ്ഥലത്ത് നിന്നും. പാലാരിവട്ടത്ത് രാവിലെ ഈ സ്ത്രീയുടെ കാൽ ഓടയിൽ കുടുങ്ങിയ സ്ഥലത്ത് നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഏറെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇവരുടെ കാല് ഈ ഓടയിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ എവിടെയാണ് ഈ സ്ത്രീ ഉള്ളത്? ഇവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ശരിക്കും അത്തരമൊരു അപകടത്തിൽ സംഭവിക്കേണ്ടുന്ന സാരമായ പരിക്കുകളൊന്നും അവർക്ക് സംഭവിച്ചില്ല, ഭാഗ്യവശാൽ അങ്ങനെ വേണം പറയാൻ. കാരണം അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നാട്ടുകാർ എത്തിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൊച്ചി മെട്രോയുടെ ഒരു ഫേസ് പ്രിപ്പറേഷൻ ബോക്സിന്റെ ബോർഡ് കൊണ്ടുവന്ന് വെച്ച് അത് ഒന്ന് മൂടിയിട്ടുണ്ട്. ശരിക്കും ഈ ഭാഗത്ത് ഇപ്പോൾ ഇവിടെയാണ് ഈ അപകടമുണ്ടായ സ്ലാബ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഈ അപകടത്തിന് ശേഷം കൊച്ചി മെട്രോ അധികൃതരുടെ നേതൃത്വത്തിൽ മാറ്റിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നമ്മളിപ്പോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോ തൊട്ടപ്പുറത്തായിട്ടുള്ള, അതായത് അവിടുന്ന് പൊടിഞ്ഞു കിടക്കുന്ന സ്ലാബ് കാണാം. ഇത് അങ്ങേയറ്റം കാലഹരണപ്പെട്ട കോൺക്രീറ്റ് സ്ലാബുകളാണ്. ഇതൊക്കെ ഒരു പക്ഷെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചവിട്ടിയാൽ പോലും താഴേക്ക് പോകുന്ന തരത്തിലേക്ക് അത്രയും ബലഹീനമായിട്ടുള്ള സ്ലാബുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇളക്കി മാറ്റി ഇപ്പോൾ ഈ വശത്തേക്ക് ഇട്ടിട്ടാണ് ഈ ഒരു ഇപ്പൊ തന്നെ ഉള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ കൊച്ചി മെട്രോ ചെയ്തത്. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കാണാം ആ ഓടയിൽ നിന്നുള്ള വേസ്റ്റ് അതായത് ഇന്ന് രാവിലെ ചെയ്തതാണ്. ആ ഓടയിൽ നിന്നുള്ള വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കൊച്ചിയിലെ കഠിനമായ വെള്ളക്കെട്ടും മാലിന്യ കൂമ്പാരങ്ങളും എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിനൊക്കെയും നീക്കുപോക്കുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല ഈ ഒരു വഴിത്താരയിൽ അങ്ങോട്ട്, അതായത് ഇത് ഈ കാൽനട യാത്രക്കാർക്കുള്ള വഴിയാണ്. ഈ ഒരു വഴിത്താരയിൽ അങ്ങോട്ട് നമുക്ക് ഈ പലയിടങ്ങളിലായി ഇത്തരത്തിൽ സ്ലാബ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഇതൊക്കെയും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ലാബ് ഈ നിരത്തിയിട്ടിരിക്കുന്ന ഈ സ്ലാബ് ഒക്കെയും കാലഹരണപ്പെട്ടതാണ്. മാത്രമല്ല ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് നേരെ ഒരാൾ നടന്നു വരുന്നത് ഈ കുഴിയിലേക്കാണ്. ഇത്തരത്തിൽ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് ഇവിടെ ഈ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് നേരെ വരികയാണെങ്കിൽ നേരെ ഇത് പ്രത്യേകിച്ചും പരിചയമില്ലാത്ത ഒരാളാണ് ഈ വഴിയിലൂടെ വരുന്നതെങ്കിൽ നേരെ ഇതിലേക്ക് വന്ന് കാൽ വഴുതി വീഴുകയോ, മഴക്കാലമാണെങ്കിൽ അതല്ലെങ്കിൽ ഇതിലേക്ക് ഇവിടെ അല്ലെങ്കിൽ ഇതൊരു കുഴിയുണ്ടെന്നോ അങ്ങനത്തെ ഒരു കോഷൻ ബോർഡോ ഒന്നും വെച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്കിപ്പോ ഈ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത്. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് പാലാരിവട്ടം ബൈപ്പാസിനടുത്തുള്ള, അതായത് പാലാരിവട്ടത്തേക്കുള്ള റോഡാണ്. ബൈപ്പാസിൽ നിന്നും ഈ ഒരു വഴിയിൽ ഉടനീളം ഒരു 4-5 നമ്മൾ നേരത്തെ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതാണ്. 4-5 തന്നെ ഇതേ സാഹചര്യമാണുള്ളത്. ഇപ്പോ ഹോട്ടലിന്റെ മുന്നിലായാലും അതല്ലെങ്കിൽ ഈ പറയുന്ന വഴിത്താരയിലായാലും ഒക്കെയുള്ള സാഹചര്യം ഇത് തന്നെയാണ്. മാത്രമല്ല അങ്ങേയറ്റം അസഹനീയമായ രീതിയിൽ വേസ്റ്റ് മാലിന്യ കൂമ്പാരവുമുണ്ട്. ഇതൊന്നും വൃത്തിയായ രീതിയിൽ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇത് അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്. അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും കൊച്ചിയിലെ ഈ പാലാരിവട്ടത്തെ മാത്രം അവസ്ഥയല്ല ഇത്. ഈ നഗരമേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പലയിടത്തും ഓടകൾ ഇതുപോലെ തകർന്നു കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആജ്ഞ ഈ മഴക്കാലമായിട്ട്, കാരണം ഇനി മഴക്കാലം വരുന്നു, ഈ നഗരമേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകും, ഈ ആളുകളുടെ കാൽനട യാത്രക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടും നഗരസഭ നടപടി സ്വീകരിക്കാത്തത്? അത് കഴിഞ്ഞ ഈ സംഭവം നടന്ന ശേഷം ഞാൻ കൗൺസിലറെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ഇനി 1.5 മാസമെങ്കിലും എടുക്കുമല്ലോ ഇതൊക്കെ നടത്തി തീർക്കാൻ എന്നുള്ളത്. പക്ഷെ അതിനു മുൻപും നമ്മൾ നേരത്തെ
പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ 1.5 മാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ മൺസൂൺ കലണ്ടർ പ്രകാരം നമുക്ക് ഏത് കാലത്ത് മഴ പെയ്യും, ഏത് കാലത്ത് വേനൽ മഴ പെയ്യും എന്നൊക്കെ കൃത്യമായി അറിയാവുന്നതാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷമായി ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ തന്നെ മൺസൂണിൽ ചേഞ്ചസ് ഉണ്ടായി എങ്കിൽ പോലും കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഏതാണ്ട് ഇതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് മഴ പെയ്യുന്നതും വേനൽ മഴ പെയ്യുന്നതും വേനൽക്കാലം വരുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണം എത്തരത്തിൽ നടപ്പിലാക്കാം എന്നുള്ള ഒരു പ്ലാനിംഗ് ഈ പറയുന്ന നഗരസഭകൾക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഉണ്ടാകേണ്ടതാണ്. അത് നടപ്പിലാക്കി കണ്ടില്ല. മാത്രമല്ല നമുക്ക് ഈ മഴക്കാലം അതായത് വേനൽ മഴ തുടങ്ങുന്നതിന് ഒരു 2 ആഴ്ച മുൻപെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞതും. പക്ഷേ നമുക്കറിയാം ഒരു ചെറിയ മഴ വന്നപ്പോൾ തന്നെ പിന്നീടാണ് അതൊക്കെ മന്ത്രിയുടെ വാക്കൊക്കെ വെറും പാഴ്വാക്കാണ് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് ആദ്യം ഈ വാർത്ത, ന്യൂസ് 18 ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ സ്ത്രീയുടെ കാൽ ഓടയിൽ കുരുങ്ങിയ വാർത്ത. ഇതിനുശേഷം ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. തകർന്നു കിടക്കുന്ന സ്ലാബുകൾ തിങ്കളാഴ്ചയോടെ നന്നാക്കുമെന്ന് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ ജോജി കുര്യക്കോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ മെട്രോക്കാര് വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഞാനിപ്പോ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ പ്രശ്നമുള്ള ഭാഗം മുഴുവൻ പരിഹരിക്കപ്പെടും എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. കേട്ടാ ആജ്ഞയിലേക്ക് വീണ്ടും. ആജ്ഞ, ഇപ്പോൾ ഈ കൗൺസിലർ പറയുന്നു ഈ ഓട നന്നാക്കും, ഉടൻ തന്നെ നടപടി സ്വീകരിക്കും. ഈ നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ പ്രതികരണമോ നടപടിയോ ഉണ്ടായിട്ടുണ്ടോ? ഇവിടുത്തെ മാത്രം പോരല്ലോ, നന്നാക്കിയാൽ പോരല്ലോ. ഇതുപോലെ പൊളിഞ്ഞു കിടക്കുന്ന ഓടകളെല്ലാം നന്നാക്കുന്ന കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അത്തരത്തിലാണ് ടോം മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ആദ്യം ഇവിടെ എത്തിയപ്പോൾ കൗൺസിലറെ വിളിച്ചപ്പോൾ അത് മുഴുവൻ കൊച്ചി മെട്രോയുടെ മിസ്റ്റേക്ക് കാരണമാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം കൈയൊഴിയാനാണ് ശ്രമിച്ചത്. പക്ഷെ അപ്പൊ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, ഈ ഭാഗം മെട്രോയുടെ ഇതിലല്ലല്ലോ വരുന്നത്, അല്ലെങ്കിൽ കോർപ്പറേഷന്റെ പരിധിയിലല്ലേ, അല്ലെങ്കിൽ കൗൺസിലർ നിങ്ങളുടെ വാർഡിന്റെ ഭാഗത്തുള്ള ഓടകളല്ലേ എന്ന് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ്, കൃത്യമായി ഓരോ സ്പോട്ടും ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അത് അങ്ങനെ ശുചീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹരിതകർമ്മസേന അത്തരത്തിൽ മാലിന്യം നീക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത്തരത്തിലുള്ള മറുപടികളൊക്കെ. അതായത് മാക്സിമം അത് മറ്റൊരു അതോറിറ്റിയുടെ തലയിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്, പെട്ടെന്ന് കൗൺസിലറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷെ ഇത് ഇപ്പോഴും എന്തൊക്കെ തന്നെ പറഞ്ഞാലും അധികൃതർ ഓരോ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഓരോ വീഴ്ചകൾ മറ്റൊരു അതോറിറ്റിയുടെ തലയിലേക്ക് വെക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ എല്ലാം കോൺസിക്വൻസ് അനുഭവിക്കുന്നത് കൊച്ചിയിലെ ജനങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ പറയുന്നത് പോലെ കാൽനട യാത്രക്കാർക്കാണ് ഇതിന്റെ ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും മഴക്കാലമായി കഴിഞ്ഞാൽ റോഡ് മുഴുവൻ ഇപ്പോ കുറച്ചൊക്കെ ഓട ഏതാണ് അല്ലെങ്കിൽ റോഡ് ഏതാണ് എന്ന് വ്യക്തമായിട്ട് അറിയാമെന്ന് കരുതാം. പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം മൂടിക്കഴിഞ്ഞാൽ ഈ കുഴികളുണ്ടോ, ഓടയിലേക്കുള്ള വലിയ കുഴിയാണോ, ഈ കുഴിയിലേക്ക് ഇത്തരത്തിൽ നമുക്കിവിടെ കാണാമല്ലോ, ഇത്രയും ഇടിഞ്ഞു നാശമായി കിടക്കുന്ന ഈ ഒരു കോൺക്രീറ്റിലേക്ക് ചവിട്ടി ഒരാൾ താഴേക്ക് പോയാൽ തന്നെ അയാൾക്കുണ്ടാകുന്ന അത് മരണം വരെ സംഭവിക്കുന്ന വീഴ്ചയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ വീണ സ്ത്രീക്ക് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് ഇതൊരു ചെറിയ നിസ്സാരമായ ഒരു കാര്യമായി തള്ളിക്കളയാനും പറ്റില്ല. അത്തരത്തിലാണ് ആദ്യം നമ്മളോട് കൗൺസിലർ പ്രതികരിച്ചത്. പക്ഷെ പിന്നീട് നമ്മൾ ചോദിച്ച ശേഷമാണ് അദ്ദേഹം ഇതിനകത്ത് കൊച്ചി മെട്രോയോട് സംസാരിക്കുകയും അവര് ഇന്ന ദിവസം തിങ്കളാഴ്ച രാവിലെ ഇവിടെ എത്തി ബാക്കിയുള്ള അതായത് ഓട ക്രമീകരണങ്ങളൊക്കെ നടത്താം, ഓട ഈ പറഞ്ഞതുപോലെ പൊടിഞ്ഞിട്ടുള്ളതും കാലഹരണപ്പെട്ടുള്ളതുമായിട്ടുള്ള സ്ലാബുകളൊക്കെ മാറ്റിയാനുള്ള ക്രമീകരണം നടത്തും എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഭാഗത്ത് മെട്രോയുടെ ഒരു വഴിയെന്ന് പറയുന്നത് ഈ ഭാഗത്തേ ഉള്ളൂ. മെട്രോയുടെ പണി നടക്കുന്നത് മെട്രോ ഇപ്പം റെയിലുമായി കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. അത് നമ്മൾ മഴക്കാലമായപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വേനൽ മഴ പെയ്തപ്പോഴുണ്ടായിരുന്ന വെള്ളക്കെട്ട് വന്നപ്പോൾ അത്രയും വലിയ വാട്ടർ ലോഗിംഗ് വന്ന സമയത്തും
നമ്മൾ അതിന്റെ കോൺസിക്വൻസ് കണ്ടതാണ്. പക്ഷേ അതിന് ഇത്തരം പരിഹാരങ്ങൾ അതിന് ഈ കിടക്കുന്ന മാലിന്യ കൂമ്പാരം തന്നെ ഉദാഹരണമാണ്. ഒരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല അധികൃതരുടെ ഭാഗത്തു നിന്ന് വ്യക്തമാണ്. കാരണം ഈ ഒരു സ്ലാബ് നീക്കിയപ്പോൾ ഇവിടുന്ന് ഇന്ന് രാവിലെ നീക്കിയിട്ട ആ ഓടയിൽ നിന്നും കോരിയിട്ട മാലിന്യമാണ് ഈ കാണുന്നത്. പ്ലാസ്റ്റിക് ഉണ്ട്, അതല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകളെല്ലാം ഉണ്ട്. ആ ഒരു സാഹചര്യം തന്നെയാണ്. ഇത് അങ്ങോളം ഇങ്ങോളം ശുചീകരിക്കേണ്ട ഉത്തരവാദിത്വം അധികൃതർ. അത് തന്നെയാണ് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ മഴക്കാല പൂർവ്വ പ്രവൃത്തികൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞ ഒരാഴ്ച പൂർത്തിയാകും മുൻപാണ് കൊച്ചി പാലാരിവട്ടത്ത് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് പാലാരിവട്ടത്ത് കൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയുടെ കാൽ ഓടയിൽ കുരുങ്ങിയത്. ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക്, പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും യാത്രാ സൗകര്യം ഒരുക്കേണ്ടതും ഇവിടുത്തെ അധികൃതരാണ്, ഭരണകൂടമാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ, വീഴ്ചകൾ പ്രതിഷേധാർഹം തന്നെയാണ്. ശക്തമായ നടപടി ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവിൽ പരിശോധിക്കുന്നത് നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസാണ്. അവയവക്കടത്ത് കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. പാലക്കാട് സ്വദേശി ഷമീറാണ് പിടിയിലായത്. അവയവം ദാനം ചെയ്ത വ്യക്തിയാണ് ഷമീർ. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സ്വദേശിയെ, ഈ കേസിലെ ഈ അവയവക്കടത്തിലെ റാക്കറ്റിലെ പ്രധാനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പാലക്കാട് സ്വദേശിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ പോലീസ് ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആദ്യമായിയാണ് ഒരു അവയവദാതാവിനെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്നും അവയവം നൽകിയ ഒരേ ഒരു വ്യക്തി ഷമീറിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഷമീറിനെ വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, 2 മാസം മുമ്പ് മാത്രമാണ് ഷമീർ ഇറാനിലെത്തി അവിടെ തന്റെ അവയവ വൃക്ക ദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഷമീറിന്. അതിനുശേഷം ഷമീർ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല, പാലക്കാട്ടേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇറാനിൽ പോയി അവയവം നൽകിയതിനു ശേഷം ഷമീർ ആദ്യം ബാങ്കോക്കിലേക്ക് പോയി എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു. പിന്നീട് തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും, കോയമ്പത്തൂർ അടക്കമുള്ള ഇടങ്ങളിലും ഉണ്ടെന്ന് പിന്നെ പോലീസിന് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നാണ് ഷമീറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഷമീർ മാത്രമാണ് ഇതുവരേക്കും അവയവം ദാനം നൽകിയ ഒരു വ്യക്തിയായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും ഷമീറിനെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ നടത്തേണ്ടതുണ്ട്. പോലീസിൽ പ്രധാനമായും കണ്ടെത്തുന്നത് ഇതുവരേക്കും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാതിക്കാരനെ പോലീസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷമീറിന് പരാതി ഉണ്ടെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ, ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും പോലീസിന്റെ തീരുമാനം. ഷമീറിന് ഇതിൽ അവയവം ദാനം നൽകിയത് മാത്രമാണോ അതോ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുകൂടി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ഷമീറിലേക്ക് ഇവർ എത്തിച്ചേർന്നത്, എത്ര രൂപയാണ് ഷമീർ കൈപ്പറ്റിയത് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി ഷമീറിൽ നിന്നും പോലീസ് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തുക. എന്തായാലും ആലുവ പോലീസാണ് ഷമീറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിന് മുൻപാണ് ഷമീറിനെ കസ്റ്റഡിയിലെടുത്ത വിവരം പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 20 പേരെയാണ് അവയവദാനം നൽകിക്കൊണ്ട് ഇറാനിലേക്ക് കൊണ്ടുപോയതെന്നുള്ള നിർണായകമായ ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. നവമി, കഴിഞ്ഞ ദിവസം ഈ ഹൈദരാബാദ് സ്വദേശി, കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള, മുഖ്യ കണ്ണിയായിട്ടുള്ള ഹൈദരാബാദ് സ്വദേശി ബെല്ലംകൊണ്ട രാമപ്രസാദിനെ പോലീസ് 10 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നുണ്ട്. ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇയാളിൽ നിന്നും ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിലെ ഒരു ആശുപത്രിക്കും ഈ അവയവക്കടത്തിൽ പങ്കുണ്ട് എന്ന രീതിയിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നല്ലോ. പോലീസിന് അക്കാര്യത്തിലൊരു വ്യക്തത ലഭിച്ചിട്ടുണ്ടോ? ഈ കാര്യം, അതായത് കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിന് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നിർണായക പങ്കുണ്ടെന്നുള്ള ഒരു കാര്യം ഇതിനു മുൻപ് തന്നെ ആലുവ റൂറൽ SP സ്ഥിരീകരിച്ചതാണ്. പക്ഷേ അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു ഏതാണെന്ന് ആശുപത്രി എന്ന്. പക്ഷെ അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്
ഞങ്ങൾക്ക് കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ആ ആശുപത്രി ഏതാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ആ ആശുപത്രിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതാപ് ആയിക്കോട്ടെ, അതിനു മുൻപ് അറസ്റ്റിലായ സാബിത്തും സജിത്തും ഒക്കെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു ആശുപത്രിക്ക് ഈ കേസുമായി അല്ലെങ്കിൽ ഈ ഒരു അവയവക്കടത്തുമായി പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ട്. അവരും ഒരു ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂര്, ഹൈദരാബാദ്, ഡൽഹി എന്നീ 3 ഇടങ്ങളിലെ പല ആശുപത്രികൾക്കും ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സുപ്രധാന പങ്കുണ്ട്. അവർ ഈ ആശുപത്രിയിലേക്കും ആളുകളെ എത്തിക്കുന്നുണ്ട്. ഈ ആശുപത്രി വഴിയും അവയവം കടത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി ഈ 3 പ്രതികളും പോലീസിന് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ആശുപത്രികൾ ഏതാണ്, മറ്റാരെങ്കിലും ഇതിൽ പങ്കുണ്ടോ, ഒപ്പം ഷമീർ, ഇന്ന് കസ്റ്റഡിയിലെടുത്ത ഷമീറും ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ടോ, മറ്റൊന്ന് ഷമീറിന് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എഴുതി വാങ്ങി ഈ കേസിലെ മാപ്പ് സാക്ഷിയാക്കി പിന്നീടുള്ള തുടർ നടപടികളിലേക്ക് നീക്കാനായിരിക്കും പോലീസിന്റെ തീരുമാനം. എന്തായാലും നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഇതിനോടകം തന്നെ 10 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തെ ആലുവ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഇവർ പല ഘട്ടങ്ങളിലായി പല ഇടങ്ങളിലായി ഈ ആളുകൾ ഓരോ ഗ്രൂപ്പായി തിരിഞ്ഞാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിശദമായ അന്വേഷണം നടത്തുകയാണ് ആലുവ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഇപ്പോൾ നിലവിൽ അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി ഷമീറാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അവയവദാനം ചെയ്ത വ്യക്തിയാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത ബെല്ലംകൊണ്ട രാമപ്രസാദിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുന്നത്. സ്പോട്ട് ലൈവ് ഇന്ന് ആദ്യം ചർച്ച ചെയ്ത വാർത്ത ആലപ്പുഴ മാന്നാറിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്മ ക്രൂരമായി മർദ്ദിച്ച സംഭവമായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിനെ അമ്മ മർദ്ദിച്ച സംഭവത്തിലെ കുഞ്ഞിൻ്റെ പിതാവ് നുജൂബ് വിവാഹ തട്ടിപ്പുകാരനെന്ന സുപ്രധാനമായ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാൾ 4 വിവാഹങ്ങൾ കഴിച്ചു. കുഞ്ഞിനെ മർദ്ദിച്ച അമ്മ അനീഷയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയായിരുന്നു. 4ാമത്തെ വിവാഹത്തിന് ശേഷം നുജൂബ് കഴിഞ്ഞ മാസം ദുബായിലേക്ക് കടന്നതായും പോലീസ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തയിലേക്ക് എത്താം അടുത്ത ബുള്ളറ്റിനിൽ ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.